നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ധനമന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 3 വർഷത്തിനകം ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥയായി മാറുമെന്ന് ധനമന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. 5 ലക്ഷം കോടി ഡോളർ മൂല്യമുള്ള സാമ്പത്തിക വ്യവസ്ഥയായിരിക്കും അന്നുണ്ടാകുക. 2030 ഇത് 7 ലക്ഷം കോടി ഡോളറിലേക്ക് ഉയരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ 5ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. US, ചൈന, ജർമ്മനി, ജപ്പാൻ എന്നിവയാണ് സമ്പദ് വ്യവസ്ഥയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഇക്കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം രാജ്യത്തിൻ്റെ GDP 272.41 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് 3.3 ട്രില്യൺ ഡോളറിൽ കണക്കാക്കുമ്പോൾ ഇത് വരുന്ന മാർച്ചിന് നോക്കുകയാണെങ്കിൽ 301.75 ലക്ഷം കോടി രൂപയിലേക്ക് ഉയരുമെന്നാണ് ബഡ്ജറ്റ് വിലയിരുത്തൽ. ഈ തുക ഡോളറിൽ കണക്കാക്കി കഴിഞ്ഞാൽ 3.65 ട്രില്യൺ. ഏപ്രിൽ 1 ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% കൂടുമെന്ന് ധനമന്ത്രാലയത്തിൻ്റെ പ്രവചനം. ഇത് ശരിയായാൽ കോവിഡിന് ശേഷമുള്ള 4 വർഷവും 7% വളർച്ച സ്വന്തമാക്കും. രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഒന്നായി റിപ്പോർട്ടിൽ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI ആണ്. AI തൊഴിൽ സാധ്യത നഷ്ടമാക്കുമെന്ന് ആശങ്ക ലോകമെങ്ങുമുള്ള സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്താകെയുള്ള തൊഴിലിന് 40% മേൽ AIക്ക് സ്വാധീനം ചെലുത്തുമെന്ന രാജ്യാന്തര നാണയ നിധിയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്.